ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹ വന്ദനം ചൊല്ലുന്നു. എന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചിന്ത പകരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 31 അധ്യായം 18 വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ജ്ഞാനികളുടെ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ എഴുതിയ പുസ്തകമാണല്ലോ സദൃശവാക്യങ്ങളുടെ പുസ്തകം. ഈ 31 അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലെമുവേൽ രാജാവിൻ്റെ വചനങ്ങൾ, അവൻ്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട്. സദൃശം 31:1 നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 10 വാക്യത്തിൽ സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. നോക്കണം, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. സാമർഥ്യമുള്ള ഒരു ഭാര്യയുടെ 27 ഗുണങ്ങൾ ഈ 11 വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ 18 വാക്യത്തിൻ്റെ അവസാനത്തെ ആണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. സ്തോത്രം. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ആരുടെ വിളക്കാണ് കെട്ടുപോകാതിരിക്കുന്നത്? സാമർഥ്യമുള്ള ഭാര്യയുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. എന്നാൽ സദൃശവാക്യയുടെ പുസ്തകം 24 അധ്യായം 20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദുഷ്ടൻ്റെ വിളക്ക് കെട്ടുപോകും. നോക്കണം, ദുഷ്ടൻ്റെ വിളക്ക് കെട്ടുപോകും. സദൃശം 24:20 നാം അത് വായിക്കുന്നുണ്ട്. സദൃശവാക്യം 20 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. കണ്ടോ? ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പം സാമർഥ്യമുള്ള ഭാര്യയുടെ വിളക്ക് കെട്ടുപോകുന്നില്ല. കെട്ടുപോകുന്നതാരില്ല? ഒന്ന്, ദുഷ്ടന്മാരുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകും. 2, അപ്പനെയും അമ്മയെയും ദുഷിക്കുന്നവരുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 35 വാക്യം: നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. സ്തോത്രം. അവിടെ വായിക്കുന്നത് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. 12 അധ്യായത്തിൻ്റെ 35 വാക്യം: നിന്റെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ.
അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിളക്ക്, നമ്മളിലുള്ള പ്രകാശം, നമ്മളിലുള്ള വെളിച്ചം അത് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. മറ്റൊരു കാര്യം, യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മത്തായി 5:15 നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലങ്ങളിലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭയുള്ളവരാകുമെന്ന് എഴുതിയിട്ടുണ്ട്. ബുദ്ധിമാന്മാർ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 2:14-15 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കേണ്ടവരായിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, വിശുദ്ധന്മാർ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ നക്ഷത്രങ്ങളെപ്പോലെ ജ്യോതിർഗളങ്ങളെപ്പോലെ നമ്മൾ ലോകത്തിലും വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ഇതിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു ഭാഗത്തെ ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. സ്തോത്രം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കേണ്ടത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. നോക്കണേ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കേണ്ടത്. സ്തോത്രം. ഇവിടെ പറ എന്നെഴുതിയിട്ടുണ്ട്. പറ എന്താണ് ഈ പറ എന്ന് പറയുന്നത്? ധാന്യവും കൃഷിയുമൊക്കെ ബന്ധപ്പെട്ടതാണല്ലോ ഈ പറ. അളക്കുവാൻ വേണ്ടി, ധാന്യങ്ങൾ അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പറ എന്ന് പറയുന്നത്. ഈ പറ എന്ന് പറയുന്നത് ആ കൃഷികാര്യങ്ങൾക്ക് വേണ്ടി അത് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിരിക്കെ, നിങ്ങളുടെ വിളക്ക് പറയിൻ കീഴ് വയ്ക്കരുത് എന്നെഴുതിയിട്ടുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? തണ്ടിന്മേലാണ് വയ്ക്കേണ്ടത്. ഒരു വിളക്ക് കത്തിച്ച് തണ്ടിന്മേലാണ് വയ്ക്കേണ്ടത്. ഇന്ന് പഴയ കാലത്തൊക്കെ നമ്മൾ നോക്കിയാൽ നമ്മുടെ വീടുകളിലെല്ലാം വിളക്കായിരുന്നു. ഇന്ന് നമുക്ക് ആവശ്യത്തിനുള്ള കറണ്ട് ഇതെല്ലാം വിട്ട് നല്ല പ്രകാശം നമുക്ക് ഭവനങ്ങളിൽ കിട്ടുന്നുണ്ട്. എന്നാൽ പഴയ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. സന്ധ്യയാകുന്ന സമയത്ത് സഹോദരിമാർ വിളക്കെടുക്കും, അത് നന്നായി മിനുക്കി അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് പുതിയ തിരിയിട്ട് പഴയ തിരികളെല്ലാം കത്തിരിച്ച് കളഞ്ഞ് അങ്ങനെ വിളക്ക് കത്തിച്ച് വീട്ടിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് വയ്ക്കും, ആ വീടിന് പ്രകാശം ലഭിക്കേണ്ടതിന്. യേശു കർത്താവും പറഞ്ഞത് വിളക്ക് കത്തിച്ച് തണ്ടിന്മേലാണ് വയ്ക്കേണ്ടത്, പറയിൻ കീഴല്ല എന്ന് വയ്ക്കുന്നത്. എന്താ കാരണം? ഈ നോഗയുടെ കാലത്തെ വിറ്റും നട്ടും തിന്നും കുടിച്ചും പോന്നു എന്നാണ് നോഗയുടെ കാലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആത്മീയ ദർശനം നഷ്ടപ്പെടുത്തി അവനിലുള്ള പ്രകാശം പറയിൻ കീഴിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് ദൈവവചനം നമ്മളെ ശക്തമായിട്ട് പഠിപ്പിക്കുക. സ്തോത്രം. പറയിൻ കീഴിൽ വയ്ക്കരുത്. സ്തോത്രം. ഈ വിളക്ക് കത്തിച്ച് 4 സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. അത് ഒന്ന് പറയിൻ കീഴാണ്. എന്താണ് പറയിൻ കീഴിൽ വെച്ചാൽ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകൾ, താലന്തുകൾ, സ്തോത്രം, ഇതെല്ലാം മറന്നിട്ട് നമ്മൾ ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളിലുള്ള പ്രകാശം അത് കെട്ടുപോകും. അതുകൊണ്ടാണ് പറയിൻ കീഴ് വയ്ക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്.
സ്തോത്രം. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിളക്ക് കത്തിച്ച് കട്ടിലിൻ്റെ കീഴിൽ വയ്ക്കരുത് എന്ന്. സ്തോത്രം. 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വയ്ക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? കണ്ടോ, അവിടെ പറഞ്ഞിരിക്കുന്നത് വിളക്ക് കത്തിച്ച് ആരും കട്ടിലിൻ്റെ കീഴിൽ വയ്ക്കത്തില്ല. വിളക്ക് പ്രകാശിക്കേണ്ടതിനാണ്. അത് ഉയർന്ന സ്ഥലത്ത്, വീടിൻ്റെ ഉയർന്ന സ്ഥലത്ത് വെച്ചെങ്കിൽ മാത്രമേ ആ വീടിന് പ്രകാശം കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് കട്ടിലിൻ്റെ കീഴിലേക്ക് ഈ വിളക്ക് വയ്ക്കരുത് എന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാണ് കട്ടിൽ? കട്ടിൽ നമുക്ക് വിശ്രമിക്കാനും ഉറങ്ങാനുമൊക്കെയാണ് കട്ടിൽ. എന്നാൽ ഇന്ന് അനേകർ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന സ്തോത്രം ദൈവകൃപകൾ, അവരിലുള്ളായിരിക്കുന്ന പ്രകാശം, വെളിച്ചം, കട്ടിൽ നമ്മുടെ സുഖജീവിതത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. സാമ്പത്തികമായുള്ള ഉന്നമനം, കർത്താവിനെ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്, സ്തോത്രം, പലർക്കും ഇന്ന് സ്തോത്രം ആത്മീയ ദർശനം വിട്ട് ഇന്ന് ഉറക്കത്തിൻ്റെ അവസ്ഥയാണ്. സ്തോത്രം. എഫീസ് ലേഖനം 5:14 ഇങ്ങനെ നാം വായിക്കും: അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇന്ന് പലരും തങ്ങളുടെ പ്രകാശം കട്ടിലിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ സ്തോത്രം തങ്ങളുടെ ലഭിച്ച കൃപകളെ ഹല്ലേലൂയ അത് ഉപയോഗിക്കാതെ കട്ടിലിൽ സ്തോത്രം അഭയം പ്രാപിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ സ്ഥലം. മൂന്നാമത്തത് സ്തോത്രം ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 8:16. വിളക്ക് കത്തിച്ച് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ഇവിടെ നാം വായിക്കുന്നു പാത്രത്തിലാണ് വയ്ക്കുന്നത്, പാത്രത്തിൻ്റെ കീഴിൽ. എന്താണ് ഈ പാത്രം എന്ന് പറയുന്നത്? പാത്രം നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മൾ ആഹാരമൊക്കെ എടുത്ത് വയ്ക്കുന്ന പാത്രത്തിലാണ്. ഇന്ന് ഈ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനായിട്ട് മാത്രം പാത്രങ്ങളിൽ ആശ്രയിക്കുക. വെളിച്ചമെന്ന് പാത്രം കൊണ്ട് മൂടി വയ്ക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ദൈവം വയറ്. സ്തോത്രം. നോക്കണേ, അവരുടെ ദൈവം വയറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പലരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ ദർശനം, ദൈവകൃപകൾ, താലന്തുകൾ ഇന്ന് സ്തോത്രം ഈ പാത്രത്തിൻ്റെ കീഴിൽ മൂടി വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വാക്യങ്ങളിലെല്ലാം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: തണ്ടിന്മേലത്രേ വയ്ക്കേണ്ടത്, ഉയർന്ന സ്ഥലത്താണ് വയ്ക്കേണ്ടത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നാലാമത് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. കണ്ടോ, ഇവിടെ നിലവറ എന്ന് പറയുന്നു. നിലവറ അത് രഹസ്യമായ ഒരു സ്ഥലമാണ്. നിലവറ പണ്ട് വീടുകളെല്ലാം ഈ അറയും ഒക്കെ ഉള്ളായിരിക്കുന്ന വലിയ വലിയ വീടുകളുണ്ട്. അവരുടെ നിക്ഷേപങ്ങളെല്ലാം ഈ അറയ്ക്കകത്തായിരുന്നു. ഇതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന
ദൈവകൃപകൾ, ദൈവം തന്നിരിക്കുന്ന ഈ വെളിച്ചം, പ്രകാശം, ആമേൻ, ഈ അന്ത്യകാലത്ത് കർത്താവ് നമ്മിൽ മേൽ പ്രകാശിച്ചിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ ഉദിച്ചിരിക്കുന്ന ഈ പ്രകാശം നമ്മൾ നിലവറയിൽ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് ചില താലന്തുകൾ തന്നിട്ടുണ്ട്, ചില കൃപകൾ തന്നിട്ടുണ്ട്, ചില വരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ നിലവറയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നിങ്ങളത് മറ്റുള്ളവർക്കത് പ്രകാശമായിട്ട് ആമേൻ കാണിക്കേണ്ടവർ, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കേണ്ട നിങ്ങൾ ഇന്ന് നിലവറയ്ക്കകത്ത് ആമേൻ സ്തോത്രം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു നാളും അങ്ങനെയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ പ്രകാശിതരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെപ്പോഴും ആമേൻ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കേണ്ടവനാണ്. യേശു പറഞ്ഞു, ഞാൻ വെളിച്ചമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു. 1 യോഹന്നാൻ 1:5, അവനിൽ വസിക്കുന്നവൻ ഒരു നാളും ഇരുട്ടില്ല വസിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിൽ ഒരു നാളും ഇരുട്ട് പ്രവേശിക്കാൻ പാടില്ല. നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കായിരിക്കണം. നമ്മുടെ വിളക്കുകളിൽ എണ്ണ ഉണ്ടായിരിക്കണം. ആമേൻ. എപ്പോഴും നമ്മൾ പ്രകാശിക്കുന്നവരായിരിക്കണം. ആമേൻ. നമ്മുടെ വിളക്ക് ഒരു നാളും കിട്ടുപോകുവാൻ ഇടവരരുതേ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ആമേൻ. ഈ 4 സ്ഥലങ്ങളിൽ വയ്ക്കരുതെന്നാണ് പറഞ്ഞത്. 1, പറയിൻ കീഴ് വയ്ക്കരുത്. 2, കട്ടിലിൻ്റെ കീഴിൽ വയ്ക്കരുത്. 3, പാത്രത്തിൻ്റെ കീഴിൽ വയ്ക്കരുത്. 4, ആമേൻ, നിലവറയിൽ വയ്ക്കരുത്. ആ വാക്യങ്ങളിലെല്ലാം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവർക്കും പ്രകാശം ലഭിക്കേണ്ടതിന്, വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്ര വയ്ക്കേണ്ടത്. അനേകരുടെ വിളക്ക് കെട്ടുപോകുമ്പോൾ, ആമേൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, ആമേൻ സ്തോത്രം, ആമേൻ, 31-ാം അധ്യായത്തിൽ സദൃശം 31-ന്റെ വാക്യത്തിൽ പറയുന്നു, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. അതെ, നമ്മുടെ വിളക്ക് ഒരിക്കലും കെട്ടുപോകരുത്. നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കണം. ഇരുളിലായിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിനായിട്ട് ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.